സുനിലെ നിന്നോട് എത്ര വർഷം പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ സെറ്റിലോട്ട് വരരുതെന്ന്. ശ്രേയ, എനിക്ക് തന്നെ ബുദ്ധിമുട്ടിപ്പിക്കണമെന്നൊന്നുമില്ല. ഇന്നലെ തന്നെ ഞാൻ ചോദിച്ച പൈസ അയച്ചു തന്നിരുന്നെങ്കിൽ ഞാൻ ഇത് ഇങ്ങോട്ട് വരത്തോലും ഇല്ലായിരുന്നു. ഇത് എത്രാമത്തെ തവണയാ നീ ഇങ്ങനെ ചോദിക്കുമ്പോൾ എടുത്തേ? എൻ്റെ ഒന്നും ഇല്ല. ഇത്രയും വലിയ സെലിബ്രിറ്റി ആയത് എൻ്റെ പൈസ ഒന്നും ഇല്ലെന്നാ. പ്രൈം ടൈമിലൊരു സീരിയൽ, റിയാലിറ്റി ഷോയിലെ ജഡ്ജ്, ഇൻസ്റ്റാഗ്രാമിലിടുന്ന ഓരോ ഫോട്ടോയ്ക്കും പൈസ. ഞാൻ മൊത്തം ഒന്നും ചോദിച്ചില്ലല്ലോ. ഡേ, ഞാൻ എൻ്റെ കയ്യിലുള്ള ഫോട്ടോ അപ്ലോഡ് ചെയ്താ പിന്നെ നിൻ്റെ ഈ പൈസയുടെ വരവൊക്കെ അങ്ങ് തീരും. നിനക്ക് മലയാളികളുടെ സ്വഭാവം അറിയാമല്ലോ. ഒരിക്കൽ ഒരു ചീത്തപ്പേര് കേൾപ്പിച്ച പിന്നെ നിൻ്റെ മാർക്കറ്റ് കംപ്ലീറ്റ് ആയിട്ടിടി. പിന്നെ നീ ഡൈവോഴ്സ് ആയതുപോലും എൻ്റെ കൂടെയുള്ള അവിധം കൊണ്ടാണെന്ന് ന്യൂസ് വരും. അത്രയ്ക്കൊക്കെ വേണോ? ശ്രേയ, ഷോർട്ട് റെഡി ആയിട്ടുണ്ടേ. ചെന്ന് അഭിനയിക്ക്. ഞാൻ കാണിച്ച ഫോട്ടോസ് മാത്രമല്ല, എൻ്റെ ഹാർഡ് ഡിസ്കിൽ നിൻ്റെ ഒരു കളക്ഷൻ തന്നെയുണ്ട്. ശരിയെന്നാ. ഓക്കെ, നമ്മളിപ്പോൾ എടുക്കാൻ പോകുന്ന സീൻ എന്ന് പറയുന്നത് ശ്രേയയുടെ ലവറിനെ കണ്ടിട്ട് വന്ന് ആ വിശേഷങ്ങളൊക്കെ ആര്യയോട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ആര്യയാണ് കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്, എങ്ങനെയായിരുന്നു എന്നൊക്കെ ചോദിച്ചിട്ട്. ഓക്കെ ശ്രേയ, നല്ല എക്സൈറ്റഡ് ആയിട്ട് പറയണേ. ടേക്ക് പോവാം. സർ റെഡി? Camera rolling. Rolling, sir. Action. എടാ, ബീച്ചിൽ പോയിട്ട് എന്തായി? അവൻ ഗിഫ്റ്റ് വല്ലതും തന്നോ? Cut. എന്തു പറ്റി ശ്രേയ? സർ, എനിക്കൊരു ബ്രേക്ക് വേണം. ബ്രേക്ക്. ശ്രേയ, നിന്നെ നേരത്തെ കാണാൻ വന്നതാരാ? പുള്ളി വരുമ്പോഴാ നിങ്ങനെ മൂഡ് ഓഫ് ആവുന്ന. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആരെ? ഞാനൊരു ട്രാപ്പിൽ പെട്ടിരിക്കുക. ശ്രേയക്കിൻ്റെ ഓർമ്മയുണ്ടോ? സോറി, ഇല്ല. കഴിഞ്ഞ മാസം ചിത്രാഞ്ജലി സ്റ്റുഡിയോ വെച്ച് ഷൂട്ടിംഗ് കളി നമ്മൾ മീറ്റ് ചെയ്തിട്ടുണ്ട്. അത് പിന്നെ ശ്രേയ ഭയങ്കര തിരക്കായത് കാരണം സംസാരിക്കാൻ പറ്റിയില്ല. ഞാൻ ശ്രേയയുടെ ഭയങ്കര ഒരു ഫാനാണ്. ഇപ്പം തന്നെ ഇൻസ്റ്റയിൽ ആ സ്റ്റോറി കണ്ടില്ല ഞാൻ ഇങ്ങോട്ട് വന്നേ. ഇഫ് യു ഡോണ്ട് മൈൻഡ്, ക്യാൻ ഐ ഹാവ് എ സീറ്റ്? ഓ ഷുവർ. പിന്നെ സുനിൽ ഇൻസ്റ്റാഗ്രാമിൽ കൂടെ ചാറ്റ് ചെയ്യാൻ തുടങ്ങി. ആദ്യമൊക്കെ നല്ല ജെന്യുവിനായ സംസാരിച്ച് ഗ്രാജുവലി ഞങ്ങൾ ഫ്രണ്ട്സായി. ജയറാമുമായുള്ള ഡിവോഴ്സിന് ശേഷം ഞാൻ കംപ്ലീറ്റ്ലി ഒറ്റപ്പെട്ടു പോയപ്പോൾ എനിക്ക് ഓപ്പണായിട്ട് എന്തെങ്കിലും സംസാരിക്കാൻ സുനിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നങ്ങോട്ട് ഞാൻ പറയാതെ തന്നെ എൻ്റെ ഓരോ പ്രശ്നങ്ങളും സോൾവ് ചെയ്യാൻ സുനിൽ ശ്രമിക്കുമായിരുന്നു. ആ ഇൻ്റർവ്യൂ ഞാൻ ചാനലിൽ നിന്ന് ഡിലീറ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഞാൻ എന്തിനാ പിന്നെ ഇങ്ങനെ വിഷമിച്ചിരിക്കണേ? സുനിൽ, ഞാൻ ഈ ആക്ടിങ്ങിൽ നിന്നൊക്കെ ഒരു ബ്രേക്ക് എടുത്താലോ എന്ന് ആലോചിക്കുക. എനിക്ക് നെഗറ്റിവിറ്റി ഒന്നും താങ്ങാൻ വയ്യ. ശ്രേയ, താ ഒരു സെലിബ്രിറ്റി ആടോ. അപ്പോൾ ഇങ്ങനത്തെ നെഗറ്റീവ് കമൻസും ഗോസിപ്സും ട്രോൾസും ഒക്കെ സ്വാഭാവികമായിട്ടും വരും. അതിനൊക്കെ താൻ തൻ്റെ പ്രൊഫഷൻ വേണ്ടെന്നൊക്കെയാണോ വേണ്ടേ? താൻ ആദ്യം ഇതൊക്കെ ഒന്ന് ഇഗ്നോർ ചെയ്യാൻ പഠിക്കുക. പിന്നെ ഞാനെന്ന് പറഞ്ഞ ആ റിയാലിറ്റി ഷോയുടെ കാര്യം, താൻ അതിൽ ജഡ്ജായിട്ട് പോയി കഴിഞ്ഞാൽ തൻ്റെ കരിയറിൽ തന്നെ ഒരു ടേണിംഗ് പോയിൻ്റായിട്ട് മാറും. അത്
പുതിയ റിയാലിറ്റി ഷോയും സീരിയലുകളും ഒക്കെ ആയിട്ട് സുനിൽ എന്നെ കരിയറിൽ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. പക്ഷെ ഞാൻ അറിഞ്ഞില്ല ഇതൊക്കെ അയാൾക്ക് വേണ്ടി ചെയ്യുമായിരുന്നെന്ന്. അയാൾ എന്നെ പറ്റിക്കുകയാണെന്ന് പോലും എനിക്ക് മനസ്സിലായില്ല. അയാൾ ചോദിക്കാതെ തന്നെ ഞാൻ ഓരോ ആവശ്യങ്ങൾക്കും ഫിനാൻഷ്യലി ഹെൽപ്പ് ചെയ്തു തുടങ്ങി. പക്ഷെ ഒരു പോയിന്റ് അയാൾ എന്നെ പൈസയ്ക്ക് വേണ്ടി മാത്രമാണ് യൂസ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിയപ്പോൾ